ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിന്നൂസ് ആൻഡ് ബ്രോസ്. അപ്പോൾ ഞങ്ങളെന്നുള്ളത് റിയാദ് മെട്രോയിലാണ്. ഇത് 2013 പണികളൊക്കെ തുടങ്ങിയത്. പിന്നെ ഒരു മാസമായിട്ടുള്ളൂ ഇപ്പോൾ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട്. ഇത് റിയാദ് മെട്രോൻ്റെ സിമ്പലാണ്. ഇതിൽ വരുന്നത് 6 ലൈൻസ് ആണ്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, പർപ്പിൾ. ഇതാണ് അവിടുത്തെ ട്രെയിന് പോണ റൂട്ടുകൾ. ഈ യെല്ലോ ലൈന് എയർപോർട്ടിലേക്ക് മാത്രമേ പോകുള്ളൂ. ഇവിടേക്കൊക്കെ വന്നാൽ നല്ല രസമാണ്. ഇത് രാവിലെ കാണാനാണ് കൂടുതൽ ഭംഗി. ഇതിപ്പോൾ ബ്ലൂ ലൈനാണ്. ഒരു മെട്രോ ഇതിന് വരുന്നു. പിന്നെ ഇത് ഇവരെ ഡോറ് സിംഗിള്, ഫാമിലി, പിന്നെ ഗോൾഡൻ ഗ്ലാസ് ഒക്കെ ഉണ്ട്. മെട്രോയുടെ ഉള്ളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ ബ്ലൂ ലൈൻ ആകുമ്പോൾ ഈ സീറ്റിന്മേൽ ആ ബ്ലൂ കളർ കൊടുക്കും. ഏതാണോ അതിൻ്റെ മെട്രോയുടെ കളർ, ആ കളറിൻ്റെ കാരണം ഇങ്ങനത്തെ സീറ്റിനും. കണ്ടില്ലേ, രാവിലെ ആകുമ്പോഴാണ് നമുക്ക് നേരെ കാണാനൊക്കെ പറ്റുക. മെട്രോയിൽ കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ റിയാദിൽ കുറേ ബിൽഡിങ്ങുകളുണ്ടെന്ന്. ഇതൊരു സ്റ്റേഷനാണ്. ഇതാണ് മദീന ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞാൽ മദീന ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് അടുത്താണ് ഗ്രാൻഡ്. Next station, Al-Iman Hospital. Center. മെട്രോൻ്റെ മുന്നിൽ നിന്നിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ശരിക്കത്തെ ഒരു ഭംഗി. പിന്നെ ഇതിന് മെട്രോക്ക് ഡ്രൈവർ ഇല്ല, അത് ഫുള്ള് റിമോട്ട് കൺട്രോളിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. കൂടുതൽ ഭംഗി ഇങ്ങനെ മുന്നിൽ നോക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റേഷൻ്റെ പേരാണ് KFD. ഇതാണ് ഏറ്റവും വലിയ സ്റ്റേഷന്. 85ഓളം സ്റ്റേഷനുകൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കാഫ്ഡിൻ്റെ ഫുൾ ഫോം കിങ് അബ്ദുൽ അസീസ് ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് എന്നാണ്. എല്ലാ സ്റ്റേഷനുകളിലും നല്ല സൗകര്യമുണ്ട്. അതിൽ ഏറ്റവും സൗകര്യവും വലിപ്പവും ഉള്ളതാണ് കാഫ്ഡ്. The next station is Al-Aziziyya. പിന്നെ ഈ ഒരു സ്റ്റേഷനിലാണ് നെസ്റ്റോ വരുന്നത്. അത് നമുക്ക് രാവിലെ ആയാലാണ് ഇങ്ങനെ നെസ്റ്റോ ഒക്കെ നേരെ കാണാൻ പറ്റുക. ഇതാണ് നെസ്റ്റോ. പിന്നെ ഇവര് ഇങ്ങനെ ഡെസ്റ്റിനേഷനും നെക്സ്റ്റ് സ്റ്റേഷനും ഒക്കെ ഇതൊന്ന് വോയിസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് മുന്നിൽ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇരിക്കാം. ഇത് അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ മെട്രോ പോണത്.
വളരെ കുറച്ച് ഭാഗമുള്ളൂ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട്, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മുകളിൽ തന്നെയാണ്. കണ്ടില്ല അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടിൽ പിന്നെ എപ്പോഴും വെളിച്ചം കുറവല്ലേ കാര്യം, അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ഈ ട്രാക്ക് മാറേണ്ട ഇതൊക്കെയാണ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് ഇങ്ങനെ വരികയാണ്. ഇതൊക്കെ എങ്ങനെ നേരെ കാണാൻ പറ്റിയ മുൻപിൽ ഇരുന്നിട്ടാണ്. പിന്നെ ലാസ്റ്റ് സ്റ്റേഷനിൽ എല്ലായിടത്തും ഇറങ്ങാൻ പറയും. എന്നിട്ട് പിന്നെ അവരിങ്ങനെ ബാക്ക് പോയിട്ട് അതിൻ്റെ കളർ മാറ്റും. എന്നിട്ട് ഇങ്ങനെ ട്രാക്ക് മാറും. അത് കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ, ഈ ട്രാക്ക് മാറുന്നത്.